മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പറയാം, കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പല്ലും കാണിച്ച് ചിരിച്ചിട്ട് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഖമാണോ എല്ലാവർക്കും? കൂടുണ്ടോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം രൂപാന്തരീകരണമാണ്. നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രൂപാന്തരീകരണമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? നമുക്ക് എന്താണ് നമ്മൾ ചോദിക്കാറില്ല, ചോദിക്കാൻ വേണമെങ്കിൽ നിനക്കിപ്പോ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട് ചില സമയത്ത്, അല്ലേ? കൊച്ചിനിപ്പോ എന്താ പറ്റിക്കൊണ്ടിരിക്കുന്നത്? കൊച്ചു പറയും, എനിക്ക് രൂപാന്തരീകരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞു, അമ്മ ത്രേസ്യയുടെ പ്രാർത്ഥനയുടെ പടവുകൾ എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പിന്റെ പടവുകളാണ്. പ്രാർത്ഥനയുടെ പൂർണ്ണത എന്ന് പറയുന്നത് സൗഹൃദത്തിന്റെ പൂർണ്ണതയാണ്. പ്രാർത്ഥനയിൽ വളർന്നോ എന്നറിയാൻ പരിശോധിക്കേണ്ടത് ഈശോയുമായിട്ടുള്ള സൗഹൃദത്തിന്റെ ആഴമാണ്. ഒരാൾ പ്രാർത്ഥനയിൽ വളർന്നോ എന്ന് എങ്ങനെ പരിശോധിച്ചറിയാൻ കഴിയും? അയാൾ ഈശോയുമായി എത്രമാത്രം സൗഹൃദത്തിലാണ് എന്ന് നോക്കിയാണ് അയാൾ പ്രാർത്ഥനയിൽ വളർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത്. അതുകൊണ്ട് അമ്മ ത്രേസ്യയ്ക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശോയുമായുള്ള ഉത്തരം പറയണം. എന്താണ് അമ്മ ത്രേസ്യയ്ക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ? ഈശോയുമായുള്ള ഫ്രണ്ട്ഷിപ്പാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഏറ്റവും ശക്തമായ പ്രാർത്ഥനയുടെ തലം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ആഴമുള്ള ബന്ധമാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയെ വ്യാഖ്യാനിക്കുന്നത്, പ്രാർത്ഥനയെ കുറിച്ച് പഠിക്കുന്നത് സൗഹൃദത്തിന്റെ ഒരു മാപ്പ് ഉപയോഗിച്ചാണ്, അല്ലേ? നമ്മള് മാപ്പ് ഉപയോഗിക്കാറില്ലേ? ഏത് മാപ്പ്? ഇന്ത്യയുടെ മാപ്പല്ല, ലോക മാപ്പോ? നമ്മൾ ഉപയോഗിക്കുന്ന മാപ്പ്, ഇപ്പൊ നമ്മൾ GPS ഉപയോഗിക്കുമ്പോ നമ്മളൊരു യാത്ര പോവാണ്, അല്ലേ? അതിലൊരു മാപ്പ് ഉണ്ടാവും, അല്ലെ? റൂട്ട് മാപ്പ് എന്ന് പറയുന്നത്. ഈ റൂട്ട് മാപ്പ്, അപ്പൊ നമുക്ക് ഇന്ത്യയുടെ മാപ്പും വേൾഡ് മാപ്പും കൂടാതെ റൂട്ട് മാപ്പുണ്ട്. അപ്പോൾ ഈ റൂട്ട് മാപ്പിൽ നമ്മൾ ഇപ്പോൾ എവിടെ എത്തി, എവിടെ എത്തണം എന്നൊക്കെ നമ്മൾ ഈ GPS സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാകും. നിങ്ങൾ 6 മണിക്കൂർ കൊണ്ട് ഇന്ന സ്ഥലത്തെത്തും. അപ്പൊ എത്തേണ്ട പോയിന്റ് ഉണ്ടാവും, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഉണ്ടാവും, ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്ന ആ മാപ്പൊക്കെ ഉണ്ടാവും, റൂട്ട് മാപ്പ്.
അപ്പോൾ ഈശോയുമായിട്ടുള്ള സൗഹൃദത്തിന്റെ റൂട്ട് മാപ്പാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൈയടിച്ച് നന്ദി പറയാം. ഇല്ലേ, നമ്മൾ ഇത് ഉപയോഗിക്കുന്നവര്, വണ്ടി ഓടിക്കുന്നവര് പ്രത്യേകിച്ച്, ഇപ്പൊ നമ്മൾ കുറെ ദൂരമൊക്കെ പോയി, ഇനി എന്തോരമൊക്കെ പോവാനുണ്ട്, ഇനി ഏതൊക്കെ വഴിയിലൂടെ പോകണമെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ അതൊന്ന് അല്ലേ ഇന്നിങ്ങനെ ചെയ്തു നോക്കും. മനസ്സിലായോ? ഇല്ല അല്ലെ, കുഴപ്പമില്ല, പേടിക്കണ്ട, അത് പറഞ്ഞുതരാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ പറഞ്ഞ് ഈശോയുമായിട്ടുള്ള സൗഹൃദത്തിന്റെ 4 തലങ്ങൾ പറഞ്ഞു. അതിന്റെ വേറൊരു 5 തലങ്ങളൊക്കെ പറഞ്ഞ് അല്ലെ, ഓർക്കുന്നുണ്ടോ എന്തൊക്കെ പറഞ്ഞെന്ന്? ഓർക്കുന്നുണ്ടോ? ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ പറഞ്ഞത്, അച്ഛൻ ആവർത്തിക്കുന്നില്ല, റിവിഷൻ പ്രധാനപ്പെട്ട ക്ലാസ്സിനേക്കാൾ കൂടുതലാവരുതല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞത് ദൈവവുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പല തലങ്ങൾ അമ്മ ത്രേസ്യ നമ്മെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തെ ഒരു തലമാണ് വില്ലിങ്നെസ് ടു റിപ്പന്റ് ആൻഡ് കൺഫസ്. നമ്മുടെ പാപങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഒന്ന് കുമ്പസാരിക്കണമെന്ന് തോന്നുന്നത് അത് ഈശോയുമായിട്ടുള്ള നമ്മുടെ സൗഹൃദമുള്ളത് കൊണ്ടാണ്. ഇന്നലെ ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, അച്ഛൻ എന്റെ ഭർത്താവ് കുമ്പസാരിച്ചിട്ട് കുറെ വർഷങ്ങളായി, അച്ഛനൊന്ന് കുമ്പസാരിപ്പിക്കണം. കുമ്പസാരിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈശോയുമായി സൗഹൃദത്തിലായിരിക്കാൻ തന്നെ ഒരു താല്പര്യവുമില്ല എന്നാണ്. രണ്ടാമതായി മാരകപാപങ്ങൾ ഉപേക്ഷിക്കുന്നു, ഞാൻ ഇനി മാരകപാപങ്ങൾ ചെയ്യില്ല. മൂന്നാമതായി ഒരു തരത്തിലും ഞാൻ ദൈവത്തെ വേദനിപ്പിക്കുകയില്ല. നമ്മളൊക്കെ ഇപ്പൊ ഏത് തലത്തിലാണ്? ഒരു തരത്തിലും ഞാൻ ഈശോയെ വേദനിപ്പിക്കുകയില്ല എന്ന തലത്തിലാണ് നമ്മൾ, അല്ലേ? ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്, എന്നിട്ടൊന്ന് ചോദിച്ച് അങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ച്. ഒരു തരത്തിലും ഞാൻ ഈശോയെ വേദനിപ്പിക്കുകയില്ല, അതാണ് മൂന്നാമത്തെ തലം. നാലാമത്തെ തലം എന്താണ്? ക്രിസ്തുവിനെ പ്രതി ഞാൻ എന്ത് ത്യാഗം വേണമെങ്കിലും എടുത്തുകൊള്ളാം. എനിക്ക് ഈ ഭൂമിയിൽ ഈശോയെ പ്രതി എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും, ഞാൻ അതൊന്നും, മരിക്കേണ്ടി വന്നാലും ഞാൻ ഈശോയെ ഉപേക്ഷിക്കുകയില്ല എന്ന് മാത്രമല്ല, ഈശോയ്ക്ക് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണ് എന്നൊരു തലത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്, അല്ലേ? കൈയടിച്ചു ഒന്ന് കർത്താവിന് നന്ദി പറഞ്ഞ്. നമ്മളിപ്പോൾ ആയിരിക്കുന്ന തലം എന്താണ്? ഈശോയ്ക്ക് വേണ്ടി മരിക്കാനും തല്ലുകൊള്ളാനും തയ്യാറാണ്. ഒരു വണ്ടി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തല്ലാൻ, അവിടെ കണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, അല്ലേ? അടുത്ത ആഴ്ച ഇവിടെ നിങ്ങൾ വ്യാഴാഴ്ച വരുമ്പോ 2 വണ്ടി ആളുകള് നിങ്ങളെ തല്ലാനുണ്ടാകും എന്ന് വീട്ടിൽ വെച്ച് അറിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ, അല്ലേ? ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി എന്തും സഹിക്കാൻ, എന്തും മരിക്കാൻ മാത്രമല്ല, കാലത്ത് അച്ഛൻ പറഞ്ഞ പോലെ തലകുത്തി മരിക്കാൻ, അല്ലേ? പത്രോസ് പറഞ്ഞില്ലേ, എന്നെ നേരെ നിർത്തി കൊല്ലണ്ട, തലയും കുത്തി. ഒരു കമന്റ് പറയാണ് മരിക്കാൻ പോകുന്നതിന് മുമ്പ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ തയ്യാറാകുന്ന ആ തലത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്രണ്ട്ഷിപ്പിന്റെ 4th സ്റ്റേജ് എന്ന് പറയുന്നത്. അതാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയുടെ ഏറ്റവും ശ്രേഷ്ഠമായ തലം. ഹല്ലേലൂയ. ഇനി ഈ 4ാമത്തെ തലത്തിൽ എത്തിയോ എന്നറിയാനുള്ളൊരു 5 കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു. അത് ക്രിസ്തു എനിക്ക് പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഈ ലോകം മുഴുവനും ഞാൻ ഉപേക്ഷിക്കുകയാണ്. യാക്കോബ് 4:4 പറയുന്നത് പോലെ ലോകത്തോടുള്ള സൗഹൃദം ദൈവത്തോടുള്ള ശത്രുതയാണ് എന്നെനിക്കറിയാം. അതുകൊണ്ട് ലോകം മോശമായതുകൊണ്ടല്ല, ലോകത്തോട് സൗഹൃദം ഉണ്ടെങ്കിൽ എനിക്ക് ദൈവത്തോട് സൗഹൃദം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ലോകത്തോടുള്ള മമത ദൈവത്തോടുള്ള ശത്രുതയാണ്. 2, സ്വന്തം നന്മയല്ല ആഗ്രഹിക്കുന്നത്. എനിക്ക് സുഖിക്കണം, എനിക്ക് വിശ്രമിക്കണം, എനിക്കെല്ലാം കിട്ടണം എന്നല്ല, എന്റെ മണവാളന്റെ നന്മ മാത്രമാണ്
ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈശോയെ, എന്താണ് മണവാളന്റെ നന്മ? ഈശോയെ എല്ലാവരും അറിയണം, ഈശോയെ എല്ലാവരും സ്നേഹിക്കണം, ഈശോയെ എല്ലാവരും ആരാധിക്കണം, എല്ലാവരും ഈശോയുടെ വഴിയിലൂടെ നടക്കണം, ഈശോയുടെ കുരിശുമരണം മൂലം മനുകുലത്തിന് കൈവന്നിരിക്കുന്ന സംജാതമായിരിക്കുന്ന രക്ഷ എല്ലാവർക്കും ലഭിക്കണം. ഇതാണ് മണവാളന്റെ നന്മ. ആ നന്മയ്ക്ക് വേണ്ടി ഈശോയെ എല്ലാവരും അറിയാൻ, സ്നേഹിക്കാൻ ഞാൻ ചത്തുകിടന്ന് പണിയെടുക്കും. അല്ലെ, നമ്മളിപ്പോ ചത്തുകിടന്ന് പണിയെടുക്കുന്ന എന്തിനു വേണ്ടിയാണ്? ഈശോയെ എല്ലാവരും അറിയണം, ഈശോയെ എല്ലാവരും സ്നേഹിക്കണം. നമ്മൾ എല്ലാ കാര്യങ്ങളും അധ്വാനിക്കുന്ന എന്ത് വിചാരിച്ചിട്ടാണ്? ഈശോയെ എല്ലാവരും നിങ്ങളെന്തോ ഒന്നും മിണ്ടാത്തത്? നിങ്ങളെ കുറിച്ചായി പറയുന്നത്. നിങ്ങൾ വിചാരിച്ചു വേറെ. ഹല്ലേലൂയ. അപ്പോൾ മൂന്നാമതായി അവരുടെ സന്തോഷം കർത്താവിനെ സ്നേഹിക്കുന്നവരോടൊപ്പം മാത്രമാണ് അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നത്. ഈ ലോകത്തിന്റെ ആഘോഷങ്ങളിൽ അവർക്ക് അഭിരമിക്കാൻ കഴിയുകയില്ല. അത് അവർക്ക് ഒരു സഹനമായിരിക്കും. ഈ ലോകത്തിന്റെ സന്തോഷങ്ങൾ, ആഘോഷങ്ങൾ വരുമ്പോ അവർക്ക് അതൊരു സഹനമായിരിക്കും. കാരണം അവരാഗ്രഹിക്കുന്നത് കർത്താവിനെ സ്നേഹിക്കുന്നവരോടൊപ്പം മാത്രം സന്തോഷിക്കുക എന്നതാണ്. ഹല്ലേലൂയ. അല്ലെ, കുടിച്ച് മദ്യപിച്ച് ആളുകൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നത് തന്നെ അവർക്ക് എന്തായിരിക്കും? സഹനമായിരിക്കും. ലോകത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിൽ പെട്ടുപോകുന്നത് അവർക്ക് എന്തായിരിക്കും? സഹനമായിരിക്കും. ഹല്ലേലൂയ. 4, ഈ ലോക ജീവിതം അവർക്ക് മടുത്തു തുടങ്ങുന്നു. അവര് പറയും എനിക്ക് മരിച്ച് സ്വർഗത്തിൽ പോയാ മതി. 5, അവര് ഈശോ നൽകിയിരിക്കുന്ന അവസരങ്ങൾ പാഴാക്കി കളയുമോ എന്നുള്ള ഭയം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈ ഈശോയുമായി ഇങ്ങനെ സൗഹൃദത്തിൽ വളരാൻ നമ്മൾ ചെയ്യേണ്ട 8 കാര്യങ്ങൾ. 1, ഈശോയോട് പറഞ്ഞോ, 1 കൂടെ ഇരിക്കുക. 2, ഈശോയെ ഭയപ്പെടുക. 3, ഈശോ പറയുന്നത് ശ്രദ്ധിക്കുക. 4, ദൈവം തരുന്ന ഉപദേശങ്ങളിലും തിരുത്തലുകളിലും ആനന്ദിക്കുക. 5, കർത്താവ് പറയുന്നത് അനുസരിക്കുക. 6, ഈശോയുടെ സാന്നിധ്യം ആഘോഷിക്കുക, സെലിബ്രേറ്റ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. 7, നിഷ്കളങ്കമായും മധുരമായും സംസാരിക്കുക. ആരോട്? അല്ലേ, നമുക്ക് നിഷ്കളങ്കമായും മധുരമായും ആരോട് സംസാരിക്കാൻ അറിയാം? ഭാര്യയ്ക്ക് ഭർത്താവിനോട് സംസാരിക്കാൻ അറിയാം. എങ്ങനെ അറിയാം? നിഷ്കളങ്കമായി സംസാരിക്കാൻ അറിയാം. പക്ഷെ ചില ആളുകൾ അവര് ഭയങ്കര സിൻസിയറാണ്, പക്ഷെ എന്ത് പറഞ്ഞാലും ഭയങ്കര സ്ട്രോങ് ആയി പോകും. ഹൃദയത്തിൽ ആത്മാർത്ഥതയുണ്ട്, പക്ഷേ സൗമ്യതയില്ല. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ നിഷ്കളങ്കത വേണം, അധരത്തില് സൗമ്യത വേണം. നിഷ്കളങ്കമായും മധുരമായും ദൈവത്തോട് സംസാരിക്കുക, മനുഷ്യരോട് സംസാരിക്കുക. 8, സ്ഥിരതയോടെ ത്യാഗമനോഭാവത്തോടെ സ്നേഹിക്കുക. അങ്ങനെ 8 കാര്യങ്ങളാണ് ഈശോയുമായിട്ടുള്ള സ്നേഹത്തിൽ വളരാൻ നമ്മെ സഹായിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചതിന് ശേഷം ഇന്ന് നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണ്. അമ്മ ത്രേസ്യ പറഞ്ഞ ഒരു 9ാമത്തെ കാര്യമാണ്. അതായത് ഈശോയുമായിട്ടുള്ള സ്നേഹത്തിൽ വളരാൻ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മൾ എടുത്തു പറയാൻ പോകുന്നത്. 7 കാര്യങ്ങളുണ്ട്. ഈശോ എപ്രകാരമുള്ള സ്നേഹിതനാണെന്ന് ധ്യാനിക്കുക. എന്താണ് നമ്മൾ ധ്യാനിക്കേണ്ടത്? അല്ലേ, കല്യാണം ആലോചന നടത്തുമ്പോ നമ്മൾ ചോദിക്കും, പുള്ളിക്കാരൻ ഏത് ടൈപ്പാണെന്ന് ചോദിക്കും. എടി, ആ പയ്യൻ എങ്ങനെയാണ്, ഏത് ടൈപ്പാണ്, അല്ലെങ്കിൽ അവൾ ഏത് ടൈപ്പാണെന്ന് ചോദിക്കുന്ന ആ ചോദ്യമാണ് ഇവിടെ നമ്മൾ ചോദിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈശോയുമായിട്ടുള്ള സ്നേഹത്തിൽ വളരാൻ അമ്മ ത്രേസ്യ പറയുകയാണ്, ഈശോ എപ്രകാരമുള്ള സ്നേഹിതനാണെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് അത്ര പരിചയമല്ലാത്തൊരു കാര്യമൊന്നുമല്ല അത്, അല്ലേ? നമുക്ക് പരിചയമുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് യുവതി യുവാക്കള് ഒരു പെൺകുട്ടിയുമായി ആൺകുട്ടിയുമായി പ്രണയത്തിലായി എന്ന് കരുതുക. പിന്നെ എന്തു ചെയ്യും? അവന്റെ സ്വഭാവ ഗുണങ്ങൾ ഇങ്ങനെ എന്തു ചെയ്യും? ധ്യാനിച്ചു കൊണ്ടിരിക്കും.
അപ്പോൾ അമ്മ ചോദിക്കും, മോളെ നീ ഇതെന്തോർത്തോണ്ടിരിക്കുകയാണ് എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും, ഇന്ന് അച്ഛൻ പറഞ്ഞ പ്രസംഗം ഓർത്ത് ചിരിച്ചതാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പകൽക്കിനാവ് കാണാറുണ്ട് ഇല്ലേ? എപ്പോഴാണെന്നൊക്കെ നമുക്കറിയാം. അപ്പൊ നമ്മൾ ഓരോന്ന് പറഞ്ഞു തുടങ്ങാണ്. അമ്മ ത്രേസ്യ എഴുതുകയാണ്. അമ്മ ത്രേസ്യ എഴുതിയ ഒരു സെന്റൻസ് അച്ഛൻ ഇംഗ്ലീഷിൽ വായിച്ചിട്ട് മുന്നോട്ട് പോവാം. ഈശോയെ നമ്മൾ അടുത്ത് കാണുക. റെപ്രസെന്റ് ദ ലോർഡ് ഹിംസെൽഫ് ആസ് ക്ലോസ് ടു യു ആൻഡ് ബിഹോൾഡ് ഹൗ ലവിംഗ്ലി ആൻഡ് ഹംബ്ലി ഹി ഈസ് ടീച്ചിങ് യു. കർത്താവിനെ നമ്മുടെ അടുത്ത് കാണുക. അപ്പോൾ ഈശോയുടെ ഒരു ഗുണത്തെ കുറിച്ച് അമ്മ ത്രേസ്യ പറയാണ്, അടുത്തിരിക്കുന്ന സ്നേഹിതൻ. എങ്ങനെയുള്ള സ്നേഹിതനാണ്? നമ്മൾ പറയാറില്ലേ, ക്ലോസ് ഫ്രണ്ട് എന്ന് പറയാറില്ലേ? അവൻ നമ്മുടെ അടുത്ത് ഇരിക്കുകയാണ്. ക്ലോസ് ആയ ഫ്രണ്ട് അല്ല, ക്ലോസ് ഫ്രണ്ട്. ഹല്ലേലൂയ. അവൻ അടുത്തിരിക്കുകയാണെന്ന് നമ്മൾ നമ്മുടെ ഭാവനയിൽ കാണണം. എന്നിട്ട് കാണണം അവൻ എത്രമാത്രം സ്നേഹത്തോടുകൂടെയാണ്, അവൻ എത്രമാത്രം എളിമയോടുകൂടെയാണ് നമ്മെ പഠിപ്പിക്കുന്നതെന്ന് കാണണം. ഈശോ, അപ്പൊ 2 ഗുണങ്ങളാണ് ഈ സ്നേഹിതനുള്ളത്. ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞ്, 3 ഗുണങ്ങളിൽ ഒന്ന് പറഞ്ഞു, അവൻ എന്താണ്? അവൻ അടുത്തിരിക്കുന്നവനാണ്. മറ്റൊന്ന് നമ്മൾ പറയാണ്, അവൻ വളരെ മധുരമുള്ളവനാണ്, അവൻ ലവിങ് ആണ്. ഈശോ എങ്ങനെയുള്ള സ്നേഹിതനാണ്? ലവിങ് ആണ്. മറ്റൊരു ഗുണം അമ്മ ത്രേസ്യ പറയാണ്, അവൻ വളരെ എളിമയുള്ള ഒരു സ്നേഹിതനാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മറ്റുള്ളവരിൽ ഏറ്റവും സന്തോഷം തരുന്ന ഒരു പുണ്യം എന്താണ് പ്രിയപ്പെട്ടവരെ? ആ ചേട്ടൻ എന്തൊരു എളിമയുള്ള ചേട്ടൻ അല്ലേ? അത് കണ്ടിട്ടല്ലേ ചേട്ടന് ഇഷ്ടപ്പെട്ടത്? ആ ചേച്ചി, ആ പെൺകുട്ടി എന്തൊരു എളിമയുള്ള വിനയാന്വിതയായ മറിയത്തെ പോലെ വിനയമുള്ള പെൺകുട്ടി ഇല്ലേ? നമുക്ക് മറ്റുള്ളവരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തരുന്ന പുണ്യങ്ങളിൽ ഒന്നാണ് വിനയം എന്ന് പറയുന്നത്. പക്ഷെ നമുക്കതുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലേ, മറ്റുള്ളവരിൽ അതുണ്ടാവണമെന്ന് നമുക്ക് നിർബന്ധമാണ്. വേറൊരാളും പൊങ്ങച്ചത്തിന്റെ വർത്താനം പറയുന്നത് നമുക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ ഒന്നും, മറ്റുള്ളവര് പൊങ്ങച്ചം പറഞ്ഞാൽ നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാറില്ല. പക്ഷെ നമ്മൾ പൊങ്ങച്ചം പറഞ്ഞാൽ അത് നിർത്താൻ തോന്നാറുമില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോ എളിമയുള്ള സ്നേഹിതനാണെന്ന് മാത്രമല്ല, പഠിപ്പിക്കുന്ന സ്നേഹിതനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ ത്രേസ്യയുടെ ഒറ്റ സെന്റൻസിൽ നിന്ന് ഈശോയെ ആകുന്ന സ്നേഹിതനെ കുറിച്ചുള്ള അമ്മ ത്രേസ്യയുടെ ചിന്തകളാണ്. represent the Lord himself as close to you. അവൻ നമ്മുടെ കൂടെ ഇരിക്കുന്നുണ്ടെന്നും അവൻ നമ്മെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നുണ്ടെന്നും. സ്നേഹമുണ്ടെന്ന് എങ്ങനെയാ മനസ്സിലാകുന്നത്? ചേർത്ത് പിടിക്കുമ്പോഴാണ് അല്ലേ? ഒരു സഹോദരി പറഞ്ഞു, അച്ഛാ എന്റെ ഭർത്താവ് എന്നെ ചേർത്ത് പിടിച്ചിട്ട് 3 കൊല്ലമായി. പിന്നെ സ്നേഹമുണ്ടെന്ന് എങ്ങനെ മനസ്സിലാവും? നീ പോയി അപ്പുറത്തെ മുറി കിടന്നു എന്ന് പറയാണ്. നല്ല സ്നേഹമാണ്. അപ്പോൾ ചേർത്ത് പിടിക്കുമ്പോഴാണ്. ഈശോ നമ്മെ ചേർത്ത് പിടിക്കുന്ന സ്നേഹിതനാണ്. അവൻ എളിമയോടുകൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അവൻ പഠിപ്പിക്കുമ്പോ അവന്റെ ഹൃദയത്തിൽ നിന്നൊഴുകുന്നത് അവന്റെ എളിമയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ എളിമയോടുകൂടെ വാത്സല്യത്തോടുകൂടെ ചേർത്ത് പിടിക്കുന്നു, എളിമയോടുകൂടെ പഠിപ്പിക്കുന്നു. എന്നിട്ട് അമ്മ ത്രേസ്യ പറയാണ്, ബിലീവ് മീ സിസ്റ്റേഴ്സ്, എന്നെ വിശ്വസിക്കുക, നമ്മൾ അവന്റെ കൂടെ അങ്ങനെ അത്രയും നല്ല സ്നേഹിതന്റെ കൂടെ നമുക്ക് എത്രമാത്രം സമയം ഇരിക്കാൻ പറ്റുമോ അത്രമാത്രം സമയം ഇങ്ങനെ ഇരിക്കണം. അവൻ നമ്മെ ഇങ്ങനെ അടുത്തിരുന്ന് ചേർത്ത് പിടിച്ച് എളിമയോടുകൂടെ പഠിപ്പിച്ചു തരുമ്പോ നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിക്കളയരുത്, വെള്ളം കുടിക്കാൻ പോകരുത്, അവിടെ ഇരിക്കണം. ഹല്ലേലൂയ. എന്തോരം നേരം ഇരിക്കണം? അമ്മ ത്രേസ്യ പറയുന്നു, എന്തോരം നേരം ഇരിക്കാൻ പറ്റുമോ അത്രയും നേരം ഇരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. If you grow accustomed to having him present at your side,
നിങ്ങൾക്ക് ഈശോ നിങ്ങളുടെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് ഭാവനയിൽ കാണുന്നത് ഒരു ശീലമാക്കി മാറ്റിയാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, he sees that you do so with love and that you do about striving to please him. ഈശോയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈശോ ഇങ്ങനെ നമ്മുടെ അടുത്തിരിക്കുന്നത് എന്ന് ഈശോ കണ്ടാൽ, അമ്മ ത്രേസ്യ പറയാണ്, ഈശോ നമ്മെ ഒരിക്കലും പരാജയപ്പെടുത്തുകയില്ല. He will never fail you എന്ന് പറഞ്ഞാൽ ഈശോ നമ്മുടെ അടുത്തിരിക്കുന്നതിൽ നിന്ന് ഒരിക്കലും മാറിപ്പോവുകയില്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നമ്മൾ ഭാവനയിൽ കാണുന്നത് യഥാർത്ഥത്തിൽ അത് സംഭവിച്ചിരിക്കും. ഈശോ നമ്മുടെ അടുത്തിരിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കും, അയ്യോ ഇതെന്റെ തോന്നലാണെന്നോ അല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കണ്ട. ആ തോന്നലുണ്ടായാൽ തന്നെ കർത്താവ് അത് യഥാർത്ഥത്തിലുള്ളൊരു സ്നേഹത്തോടുകൂടെയുള്ളൊരു തോന്നലായിരിക്കുമ്പോ ആ തോന്നലിനെ ഈശോ യാഥാർത്ഥ്യമാക്കും. അവൻ അടുത്തു വന്നിരിക്കും. അവൻ വാത്സല്യത്തോടെ നമ്മെ ചേർത്ത് പിടിക്കും. എളിമയോടുകൂടെ നമ്മെ പഠിപ്പിക്കും. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എന്നിട്ട് അവൻ നമ്മെ നമ്മുടെ സഹനങ്ങളിൽ സഹായിക്കും. He will help you in all your trials. അപ്പോ ഈശോ നമ്മെ സഹായിക്കും. എല്ലാ സഹനങ്ങളിലും, എല്ലാ പ്രതിസന്ധികളിലും, എല്ലാ പ്രശ്നങ്ങളിലും നമ്മെ സഹായിക്കുന്ന സ്നേഹിതനാണ് ഈശോ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഒടുവിൽ എഴുതുകയാണ്, യു വിൽ ഫൈൻഡ് ഹിം എവരിവെയർ. ഈശോയെ നിങ്ങൾ എല്ലായിടത്തും കാണും. കാലത്തെഴുന്നേൽക്കുമ്പോ അവനെ നിങ്ങൾ കട്ടിലിൽ, ബെഡിൽ കാണും. കാലത്ത് എഴുന്നേറ്റ് മുന്നോട്ട് പോകുന്ന ഓരോ കാൽവെപ്പിലും നിങ്ങൾ അവനെ കണ്ടുകൊണ്ടേയിരിക്കും. യു വിൽ ഫൈൻഡ് ഹിം എവരിവെയർ. ഓരോ നിമിഷത്തിലും നിങ്ങൾ അവനെ കാണും. ഓരോ സങ്കടത്തിലും നിങ്ങൾ അവനെ കാണും. ഓരോ പൊട്ടിച്ചിരിയിലും നിങ്ങൾ അവനെ കാണും. ഓരോ കണ്ണീർ തുള്ളിയിലും നിങ്ങൾ അവനെ കാണും. നിങ്ങൾ ചുറ്റുപാടും കാണുന്നവരുടെ മുഖങ്ങളിൽ നിങ്ങൾ അവനെ കാണും. കൂദാശയിൽ നിങ്ങൾ അവനെ കാണും. വചനത്തിൽ നിങ്ങൾ അവനെ കാണും. ജീവിതത്തിന്റെ സംഭവങ്ങളിൽ നിങ്ങൾ അവനെ കാണും. ഓരോ നിമിഷത്തിലും നിങ്ങൾ അവനെ കാണും എന്നാണ് അമ്മ ത്രേസ്യ പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ, ഈശോയേ. എന്നിട്ട് അമ്മ ത്രേസ്യ പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഈ സെന്റൻസ് അച്ഛനറിയാം. കുറെ ആളുകൾ പുസ്തകമൊക്കെ, അമ്മ ത്രേസ്യയുടെ പുസ്തകമൊക്കെ വായിക്കുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത് എവിടെയാണ് അമ്മ ത്രേസ്യ പറഞ്ഞിരിക്കുന്നത്? അമ്മ ത്രേസ്യയുടെ ദ വേ ഓഫ് പെർഫെക്ഷൻ എന്ന് പറയുന്ന പുസ്തകം, സുഹൃത സരണി എന്ന് മലയാളത്തിലുള്ള ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സുഹൃത സരണിയുടെ കോപ്പി ഇവിടെയുണ്ട്. ആ പുസ്തകത്തിന്റെ 23-ാം അധ്യായത്തിലാണ് അമ്മ ത്രേസ്യ ഈ സ്നേഹിതനാകുന്ന ഈശോയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അമ്മ ത്രേസ്യ ആദ്യം പറയുന്ന മറ്റൊരു കാര്യമാണ്, നമ്മുടെ കർത്താവിന് വളരെ കുറച്ച് സുഹൃത്തുക്കളെയുള്ളൂ. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇല്ലേ? നമ്മുടെ കർത്താവിന് എന്ന് പറഞ്ഞ് നമ്മുടെ ഈശോയ്ക്ക് വളരെ കുറച്ച് സ്നേഹിതരേയുള്ളൂ. നമ്മൾ ഏതിൽപ്പെട്ടവരാണ്? ആ വളരെ കുറച്ച് സ്നേഹിതരിൽ പെട്ടവരാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പൊ നമ്മളോട് നീ ആരുടെ ഫ്രണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഈശോയുടെ ഫ്രണ്ടാണെന്ന് പറയും. അപ്പൊ ശരിയാണ്, നമ്മുടെ ഈശോയ്ക്ക് വളരെ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. ആ കുറച്ച് സുഹൃത്തുക്കൾ വളരെ നല്ലവരായിരിക്കണം. കൈയടിച്ച് നന്ദി പറയാം. ഒരു മകള് നേഴ്സിംഗ് പഠിക്കുന്ന ഒരു മകള് ഇപ്പോ ഫസ്റ്റ് ഇയറിന്റെ സെക്കൻഡ് സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മകള് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് ആകെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് എന്തു പറ്റി? അവര് 2 പേരും ഞാനുമായിട്ട് ഉടക്കി. ഇപ്പൊ അവരെന്നോട് മിണ്ടുന്നില്ല. ആകെ 2 പേരുള്ളൂ, അവരിപ്പൊ എന്നോട് മിണ്ടുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ എങ്ങനെ ഉണ്ടാവും? ഈശോയ്ക്ക് അതുപോലെ വളരെ കുറച്ച് പേരേ ഉള്ളൂ, പക്ഷെ അവരിൽ പലരും ഈശോയോട് മിണ്ടുന്നില്ല. ക്ലിയർ ആയോ? ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അച്ഛൻ
ആദ്യം മുതൽ ഓരോന്നെടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈശോ എപ്രകാരമുള്ള സ്നേഹിതനാണെന്ന് ധ്യാനിക്കുക എന്നതാണ്. ഈശോ ഏത് ടൈപ്പാണെന്ന് നമ്മൾ ഇങ്ങനെ പകൽക്കിനാവ് കാണാൻ പോവാണ് ഈ 12 മണിക്ക്, ഉച്ച 12 മണിക്ക് അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമതായി നമ്മെ സഹായിക്കുന്ന സ്നേഹിതനാണ് ഈശോ. നമ്മെ സഹായിക്കുന്ന സ്നേഹിതനാണ്. ഹല്ലേലൂയ. ഇല്ലേ, ചില ഫ്രണ്ട്സ് ഉണ്ടാവും, ഒരു ഗുണമില്ലാത്ത ചില ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, ആ കാശിന് കൊള്ളൂല്ല എന്ന് പറയുന്ന പോലെ. പക്ഷെ ഈശോ അങ്ങനെയല്ല. ഈശോ എങ്ങനെയുള്ള സ്നേഹിതനാണ്? നമ്മെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്ന സ്നേഹിതനാണ്. എല്ലാ കാര്യങ്ങളെന്ന് പറയുമ്പോ നമ്മുടെ എല്ലാ കാര്യങ്ങളും A to Z നമ്മെ സഹായിക്കുന്ന സ്നേഹിതനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോ നമ്മെ പ്രാർത്ഥിക്കാൻ ആര് സഹായിക്കും? ഈശോ. നന്മ ചെയ്യാൻ ആര് സഹായിക്കും? പൂർണ്ണത പ്രാപിക്കാൻ ആര് സഹായിക്കും? സ്വരത്തിൽ പറഞ്ഞോട്ടാ. സ്വർഗത്തിൽ പോകാൻ ആര് സഹായിക്കും? പഠിക്കാൻ ആര് സഹായിക്കും? പരീക്ഷ എഴുതാൻ ആര് സഹായിക്കും? സ്വയം പരിത്യജിക്കാൻ ആര് സഹായിക്കും? തരം കുറയണ്ട. പാപം ഉപേക്ഷിക്കാൻ ആര് സഹായിക്കും? സാമ്പത്തിക മേഖല ശക്തിപ്പെടാൻ ആര് സഹായിക്കും? മക്കളെ നൽകി ആരനുഗ്രഹിക്കും? അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ നൽകി സഹായിക്കുന്ന സ്നേഹിതനാണ് ഈശോ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ഈശോയേ. അല്ലേ, നമുക്കൊരു അത്യാവശ്യം വരുമ്പോ ഫോൺ ചെയ്യുമ്പോ ഫോൺ എടുക്കാത്ത സ്നേഹിതനല്ല ഈശോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അച്ഛൻ ഫോൺ എടുക്കാത്തതുപോലെ ഫോൺ എടുക്കാത്തവനല്ല ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നിങ്ങൾ വിളിച്ചാൽ ഈശോ എന്ത് ചെയ്യും? അത് അറ്റൻഡ് ചെയ്യും. 100% ഉറപ്പാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എന്തു വേണം? ഈശോ നമ്മെ ഇങ്ങനെ സഹായിക്കുന്ന സ്നേഹിതനാണെന്ന് നമ്മെ ആവർത്തിച്ചോർമ്മിപ്പിക്കുന്ന കുറച്ച് വചനങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. സങ്കീർത്തനം 62:8 ഓരോന്നെടുത്ത് പോവാം. സങ്കീർത്തനങ്ങൾ 62:8 എടുത്തൊന്ന് വായിക്കാം. ജനമേ, എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ. അവിടത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ. അവിടെന്നാണ് നമ്മുടെ സങ്കേതം. കൈയടിച്ച് നന്ദി പറയാം. വലതുകരമുയർത്തി വീശിക്കൊണ്ട് ഏറ്റു പറയാം. ജനമേ, എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ. അവിടത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ. അവിടെന്നാണ് നമ്മുടെ സങ്കേതം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് നമ്മുടെ സഹായം. അതുകൊണ്ട് കർത്താവ് മാത്രമേ ഉള്ളൂ നമുക്ക് സഹായം. കർത്താവാണ് നമ്മുടെ സഹായം. അതുകൊണ്ട് അവിടത്തെ മുമ്പിൽ നിങ്ങൾ ഹൃദയം തുറക്കുവിൻ. അവിടത്തെ കയ്യിൽ നിങ്ങൾ ശരണം വയ്ക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മറ്റൊരു വചനം നമുക്ക് എടുത്തു വായിക്കാം. സങ്കീർത്തനങ്ങൾ തന്നെ 46-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. അച്ഛൻ വായിച്ചു തരാൻ, നിങ്ങൾ ഏറ്റു ചൊല്ലിയാ മതി. സങ്കീർത്തനങ്ങൾ 46:1 മുതൽ. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറഞ്ഞു. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല. ജലം പതഞ്ഞുയർന്നിരമ്പിയാലും അതിന്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല. കൈയടിച്ച് നന്ദി പറയാം. എന്തുകൊണ്ടാണ് നമ്മൾ ഭയപ്പെടാത്തത്?
കർത്താവ് എന്റെ സഹായമാണ്. ഈ ഭൂമിയിൽ എന്റെ ജീവിതത്തിൽ എത്ര കണ്ട് പ്രതിസന്ധികൾ ഉണ്ടായാലും, ഞാൻ തകർന്നടിഞ്ഞു എന്ന്, അവൻ തീർന്നട്ടോ എന്ന് എന്നെ കുറിച്ച് പത്രത്തിൽ വാർത്ത വന്നാലും, 10,000 പേര് പറഞ്ഞാലും, അയാൾ തീർന്നു എന്ന് പറഞ്ഞാലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം എന്റെ കർത്താവ് എന്റെ കഷ്ടതകളിൽ സുനിശ്ചിതമായ തുണയാണ്, സഹായമാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്നേഹിതൻ ഏത് ടൈപ്പാണ്? നമ്മുടെ കഷ്ടതകളിൽ സുനിശ്ചിതമായ തുണയാണ് എന്ന് പറഞ്ഞാൽ എന്നെ സഹായിക്കാൻ അവൻ വന്നിരിക്കും. ഏത് പാതിരാത്രിയാണെങ്കിലും അവൻ വന്നിരിക്കും. ഏത് നട്ടുച്ചയാണെങ്കിലും, ഏത് മഞ്ഞാണെങ്കിലും, ഏത് മഴയാണെങ്കിലും, എന്ത് കോവിഡ് ആണെങ്കിലും, എന്ത് യുദ്ധമാണെങ്കിലും അവൻ സുനിശ്ചിതമായ തുണയാണ്. അവൻ വന്നിരിക്കും. അവൻ എന്റെ സഹായമാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അവൻ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. ഹല്ലേലൂയ. ധീരനായ യോദ്ധാവിനെ പോലെ അവൻ എന്റെ വലതുഭാഗത്തുണ്ട്. ഹല്ലേലൂയ. എന്റെ കാലിടറാൻ അവൻ സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. എന്റെ സഹായം ഉന്നതങ്ങളിൽ നിന്ന് വരും. 121 സങ്കീർത്തനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മൾ 121 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കാണ്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഹല്ലേലൂയ. നാളെ ഒരാളും എന്നോട് ചോദിക്കാൻ ഇടവരികയില്ല, നിന്റെ ദൈവം എന്താണ്, കിടന്നുറങ്ങുകയാണോ എന്ന് ഒരാളും എന്നോട് ചോദിക്കാൻ ഇടവരികയില്ല. ഏലിയാ പ്രവാചകൻ ബാലിന്റെ പ്രവാചകന്മാരോട് ചോദിച്ചതുപോലെ, ബാൽ ഉറങ്ങാൻ പോയിട്ടുണ്ടാവും, അവൻ വേറെ വല്ലതും വാഷ്റൂമിൽ പോയിട്ടുണ്ടാവും എന്നൊക്കെ ഏലിയാ പ്രവാചകൻ ബാലിന്റെ പ്രവാചകന്മാരെ പരിഹസിക്കുന്നത് പോലെ എന്നെ മനുഷ്യർ പരിഹസിക്കാൻ ഇടവരികയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. ചതിൽ വിളിക്കാം ഈശോയേ. സംഘപൊട്ടി വിളിക്കട്ടെ. നമ്മെപ്പോഴും സഹായിക്കാൻ നമ്മുടെ കൂടെയുള്ളവന്റെ നാമം വിളിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പത്രോസ് ശ്ലീഹ എഴുതുകയാണ്. 1 പത്രോസ് 5:6. 1 പത്രോസ് 5:6. ഏറ്റുപറയാം. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഹല്ലേലൂയ. അപ്പോൾ സഹായിക്കുന്ന സ്നേഹിതനെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ അങ്ങനെ പോവാണ്. സഹായിക്കുക എന്ന് പറഞ്ഞാൽ അവൻ എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുണ്ട്. നല്ല സ്നേഹിതന്മാർക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഭാര്യ ഭർത്ത ബന്ധത്തിൽ ഭർത്താവ് ഭാര്യയുടെ ആരായിരിക്കണം? ഭർത്താവ് ഭാര്യയുടെ നല്ല സ്നേഹിതനായിരിക്കണം. ഭാര്യ ഭർത്താവിന്റെ ആരായിരിക്കണം? നല്ല സ്നേഹിതയായിരിക്കണം. ഭർത്താവ് ഇങ്ങനെ പറയാൻ ഇടവരരുത്, എന്റെ കാര്യത്തിൽ നിനക്കൊരു ശ്രദ്ധയുമില്ല എന്ന് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞാൽ അത് ഗുരുതരമായ ഒരു ആരോപണമാണ്.
100 കോടി കട്ടെടുത്തു എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരാരോപണമാണ് ഭർത്താവിന് ഭാര്യയോട് പറയുമ്പോ നിനക്ക് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല എന്ന് പറയുന്നത്. ഇനി ഭാര്യ ഭർത്താവിനോട് പറയുകയാണെന്ന് വിചാരിച്ചോ, ചേട്ടൻ എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും ഇല്ല, പറയാറുണ്ടോ? ഹല്ലേലൂയ. ഇനി മക്കൾ മാതാപിതാക്കൾക്ക് സുഹൃത്തുക്കളായിരിക്കണം, നല്ല സുഹൃത്തായിരിക്കണം എന്ന് പറയാറില്ലേ? എന്താണ് അതിന്റെ അർത്ഥം? മക്കൾ മാതാപിതാക്കൾ. ഇന്നലെ ഒരു മകനെ കോടതി ശിക്ഷിച്ചിട്ടുണ്ട്, 3 കൊല്ലത്തെ ജയിൽവാസമാണെന്ന് തോന്നുന്നു. അമ്മയുടെ കാര്യത്തിൽ അവൻ ശ്രദ്ധിച്ചില്ല എന്നതാണ് അവന്റെ കുറ്റം. അമ്മേ എന്ന് വിളിച്ച് കരഞ്ഞതല്ലേ, കരച്ചില് കേൾക്കാതിരിക്കരുത് എന്ന് മനോരമയിൽ ഇന്ന് അങ്ങനെ ഒരു ടൈറ്റിലുണ്ട്. അച്ഛൻ ഈ ടൈറ്റിൽ കണ്ടപ്പോഴാണ് വാർത്ത എന്താണെന്ന് നോക്കി. അമ്മേ എന്ന് വിളിച്ച് നീ കരഞ്ഞതല്ലേ എന്ന് കോടതി മകനോട് ചോദിക്കുകയാണ്. മോനെ, നീ അമ്മേ എന്ന് വിളിച്ച് കരഞ്ഞതല്ലേ? അതെ, എത്രയോ വട്ടം നീ അമ്മേ എന്ന് വിളിച്ച് കരഞ്ഞിട്ടുണ്ട്. എത്രയോ വട്ടം നീ വിളിച്ച ഓരോ പ്രാവശ്യവും അമ്മ നിന്നെ വാരിയെടുത്ത് വാരിപ്പുണർന്ന് കോരിയെടുത്ത് നാറോട് ചേർത്തിട്ടുണ്ട്, മൂലയൂട്ടിയിട്ടുണ്ട്, പാല് തന്നിട്ടുണ്ട്, ഭക്ഷണം തന്നിട്ടുണ്ട്, നിന്നെ കെയർ ചെയ്തിട്ടുണ്ട്. അത് ചോദ്യം ഇങ്ങനെയാണ്, വളരെ പോയറ്റിക്കലാണ്. അമ്മേ എന്ന് വിളിച്ച് കരഞ്ഞതല്ലേ? കരച്ചില് കേൾക്കാതിരിക്കുമോ? ഇന്ന് കരയുന്നത് മകനല്ല, അമ്മയാണ്. അമ്മ കരയുകയാണ്. ഈ മകൻ എന്നെ നോക്കുന്നില്ല എന്ന് പറഞ്ഞ് അമ്മ കരയുകയാണ്. അപ്പോഴാണ് കോടതി ചോദിക്കുന്നത്, അമ്മേ എന്ന് വിളിച്ച് കരഞ്ഞതല്ലേ, കരച്ചില് കേൾക്കാതിരിക്കാമോ? ജയിൽ ശിക്ഷ കൊടുത്തിരിക്കുകയാണ് കരച്ചില് കേൾക്കാതിരുന്നത്. അപ്പോൾ മക്കൾ മാതാപിതാക്കൾക്ക് നല്ല സുഹൃത്തുക്കളാകണമെന്ന് പറയുമ്പോ ഇതിന്റെ ഒരു അർത്ഥം ഇവിടെ കിടക്കുന്നുണ്ട്. ദൈവം ശ്രദ്ധാലുവാണ്, അപരന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ദൈവം. എന്റെ കാര്യത്തിൽ എന്റെ ദൈവം ശ്രദ്ധാലുവാണ്. എന്റെ ദൈവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ എനിക്കൊരേ ഒരു കാര്യമേ പറയാനുള്ളൂ, എന്റെ ദൈവം എന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു മന്ത്രമാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈശോ എന്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളുമെന്ന് പറയുന്ന ആ മന്ത്രം ഈ വചനചിന്തയാണ്, ഈ വചനബോധ്യമാണ്. അവിടുന്ന് എന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവ. ഇതുവരെ കാത്ത ഈശോ ഇനിയും കാത്തുകൊള്ളുമെന്ന് നമ്മൾ പറയുമ്പോ ഈ വചനബോധ്യമാണ്, അവൻ എന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള വേറെ ആരും എന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവല്ലെങ്കിലും, അപ്പൻ നിന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും, അമ്മ നിന്നെ മറന്നിട്ടുണ്ടെങ്കിലും. 27-ാം സങ്കീർത്തനം 10-ാമത്തെ തിരുവചനമാണ്. വായിച്ച 27:10. സങ്കീർത്തനങ്ങൾ 27:10. സങ്കീർത്തകം പാടുകയാണ്, ആ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കാത്തുകൊള്ളും. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കായ്ക്കൊള്ളും. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പറയാം, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. അച്ഛൻ ചിന്തിച്ചിട്ടുണ്ട് ഈ വചനം ഒരു ആലങ്കാരികമായി എഴുതി വച്ചിരിക്കുന്നതാണെന്ന്. കാരണം അപ്പൻ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അമ്മക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, ഇല്ല എന്നല്ല ഉത്തരം, പറ്റും എന്നാണ് ഉത്തരം. അപ്പൻ ഉപേക്ഷിച്ചതിന്റെ, അമ്മയുപേക്ഷിച്ചതിന്റെ, അപ്പനും അമ്മയും ഉപേക്ഷിച്ചതിന്റെ എത്രയോ കഥകളാണ് അച്ഛൻ നേരിട്ട് കേട്ടിട്ടുള്ളത്, പത്രത്തിൽ വായിച്ചിട്ടുള്ളതല്ല. അപ്പോൾ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തകൻ പറയും 55:22, സങ്കീർത്തനങ്ങൾ 55:22 വായിക്കാം. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട്, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക,
അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഈ ആലയത്തിലേക്ക്, ആവിലായിലെ ഈ പുണ്യഭൂമിയിലേക്ക്, ഈ തിരുനടയിലേക്ക് വന്നപ്പോ കൊണ്ടുവന്ന ഭാരങ്ങളൊന്നും നിങ്ങൾ മടക്കി കൊണ്ടുപോകരുത്. അതെല്ലാം ഈശോയെ ഏൽപ്പിച്ച് ഒരു ഭാരവുമില്ലാത്തവരായിട്ട് വേണം ഭവനങ്ങളിലേക്ക് പോകാൻ എന്ന് വചനം നമ്മോട് പറയുകയാണ്. നിന്റെ ഭാരം നീ കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് താങ്ങിക്കൊള്ളും. കൊണ്ടുവന്ന ഭാരങ്ങളൊന്നും മടക്കി കൊണ്ടുപോകണ്ട. ഈശോ ഏൽപ്പിച്ച് ഭാരമില്ലാത്തവരായി വേണം മടങ്ങിപ്പോകാൻ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. കാരണം എന്താണ്? നിയമാവർത്തന പുസ്തകം 4:7 നമ്മൾ വായിക്കുന്നു, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ, ബാക്കി പറ, നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? അതായത് ഈശോയെ എന്ന് വിളിക്കുമ്പോ ഇതാ അവൻ കൺമുമ്പിലുണ്ട്, അവൻ കൈവെള്ളയിലുണ്ട്, അവൻ ചങ്കിലുണ്ട്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയെ. അവൻ അകതാരിലുണ്ട്, അവൻ മനതാരിലുണ്ട്. നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോ അവൻ നമ്മുടെ തൊട്ടടുത്തുണ്ട്, അവൻ കയ്യെത്തും ദൂരത്തുണ്ട്. അല്ല, അവൻ കയ്യിൽ തന്നെയുണ്ട്. അല്ല, അവൻ ചങ്കിൽ തന്നെയുണ്ട്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അപ്പോ അതുകൊണ്ടാണ് യേശയ്യാ ഇങ്ങനെ എഴുതിയത്. 65:24 യേശയ്യാ 65:24 വിളിക്കും മുമ്പേ ഞാൻ അവർക്കുത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാൻ അത് കേൾക്കും. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, വിളിക്കും മുമ്പേ ഞാൻ അവർക്കുത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാനത് കേൾക്കും. പ്രിയപ്പെട്ടവരെ, സാക്ഷ്യം പറഞ്ഞ സഹോദരി പറഞ്ഞില്ലേ, കാലത്ത് 9 മണി കഴിഞ്ഞ് ആശുപത്രി ചെന്നപ്പോ തൊണ്ടയിൽ 3 മുഴയുണ്ടായിരുന്നു, ക്യാൻസറസ് ആയിരുന്നു. ഉച്ചയ്ക്ക് 3 മണിക്ക് അവിടെ വീണ്ടും പരിശോധനയ്ക്ക് ചെല്ലുമ്പോ അതവിടെ ഇല്ല. പ്രാർത്ഥിച്ചു തീരും മുമ്പേ അവിടുന്ന് നിനക്കുത്തരം തരികയാണ് കുഞ്ഞേ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. അച്ഛനോർക്കാണ്, ഇന്നലെ എടൂരുള്ളൊരു മകൻ, 16 വയസ്സുള്ള മകൻ, തൈറോയിഡ് ക്യാൻസറാണ്, വലിയ മുഴയുമായിട്ട് രാത്രി യേശുനാമ ജപത്തിന് ഇവിടെ ഉണ്ടായിരുന്നു. അവനിപ്പോ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഉണ്ടാകട്ടെ എന്ന് അച്ഛൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ യേശുനാമ ജപത്തിന് അവൻ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരോടും അച്ഛൻ 4th സ്റ്റേജാണ്, തൊണ്ടയിൽ മുഴ, 16 വയസ്സ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയുള്ള എല്ലാവരും കൂടി അവന് വേണ്ടി കൈനീട്ടി പ്രാർത്ഥിച്ചു. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. മുഴ 50% കുറഞ്ഞ്, പകുതിയിൽ കൂടുതൽ കുറഞ്ഞ് ആയിട്ടാണ് ഇന്നലെ ആ രാത്രി മകൻ ഇവിടെ നിന്ന് പോയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബയോപ്സി റിസൾട്ട് ഇനി വരാനുണ്ട്, എന്തു വേണേലും വന്നോട്ടെ റിസൾട്ട്. കർത്താവ് റിസൾട്ട് പോസിറ്റീവായിട്ടുള്ളവര് പിന്നെ പരിശോധിച്ചപ്പോ ഇല്ല എന്ന് കണ്ടെത്തിയവര് ഈ ഇരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്, ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് വിളിക്കും മുമ്പേ, സ്നേഹിതൻ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മെ സഹായിക്കുന്നവനെ കുറിച്ചാണ്. രോഗത്തിന്റെ മേഖലയായിക്കൊള്ളട്ടെ, ഏത് മേഖലയായിക്കൊള്ളട്ടെ, അവൻ വിളിക്കും മുമ്പേ നമുക്ക് ഉത്തരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ചില കാര്യങ്ങൾ നടക്കാൻ താമസം വരുന്നു, സമയം വൈകുന്നു എന്ന് കരുതി അവൻ വിളി കേൾക്കാതിരിക്കുന്നു എന്നില്ല. പ്രിയപ്പെട്ടവരെ, മുഖത്ത് മുഴ വളർന്ന് തൈറോയിഡ് അല്ല, ഈ ഉമിനീർ ഗ്രന്ഥിയിൽ മുഴ വളർന്നിരിക്കുന്നു, പഴുപ്പ് നിറഞ്ഞിരിക്കുന്നു. വലിയ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഈ ചിരിഞരമ്പുമായി ബന്ധപ്പെട്ട സ്ഥാനത്താണ് മുഖം കോടിപ്പോകുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ സഹോദരി വന്ന് പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ചിട്ട് അപ്പം കുറഞ്ഞെങ്കിലും പിന്നീട് കൂടുന്നു എന്ന് വിചാരിച്ച് ദൈവം ഉത്തരം നൽകുന്നു എന്നർത്ഥമില്ല. ഉത്തരം വൈകുന്നു, ഉത്തരം തരാതിരിക്കുന്നു എന്നർത്ഥമില്ല. കർത്താവ് നിന്റെ വിളി കേട്ടിരിക്കുന്നു, ഉത്തരം തന്നു കഴിഞ്ഞിരിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പോൾ നീ ഇന്ന് കിടക്കുന്നത് സിംഹക്കുഴിയിലാണെങ്കിലും, നീ ഇന്ന് കിടക്കുന്നത് തീച്ചൂളയിലാണെങ്കിലും, ദാനിയേല് കിടന്നതുപോലെ സിംഹക്കുഴിയിലാണെങ്കിലും, ആ യുവാക്കള് കിടന്നതുപോലെ തീച്ചൂളയിലാണെങ്കിലും, നീ വിളിക്കുമ്പോ കർത്താവ് നിനക്ക് ഉത്തരം തരും. കർത്താവ് നിന്നെ സഹായിക്കുന്ന സ്നേഹിതനാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ ചിന്ത അമ്മ ത്രേസ്യ പറയാണ്, നിനക്ക് ഈശോയുമായിട്ട് സൗഹൃദത്തിൽ വളരണമെന്നുണ്ടെങ്കിൽ ആ ഇന്റീരിയർ കാസിലിന്റെ ആഭ്യന്തര ഹർമ്മ്യത്തിന്റെ പുറത്തിരുന്ന് നീ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കെ, ഈശോ എന്റെ സ്നേഹിതനാണ്, ഈശോ എന്നെ സഹായിക്കുന്നവനാണ്, ഈ ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്നവൻ എന്നെ സഹായിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് നമുക്ക് ഒരാളുടെ അടുത്തേക്ക് പോകാൻ തോന്നുന്നത്? അച്ഛൻ ഓർക്കാണ് 2017 അച്ഛൻ വന്ന വർഷം അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്ന ഏണസ്റ്റ് അച്ഛനും ഇവിടെയുള്ള കുറച്ച് ശുശ്രൂഷകരൊക്കെ കൂടെ തിരുനാളിന് സഹായം ചോദിക്കാൻ വേണ്ടി 2017 വരെ അങ്ങനെയായിരുന്നു. നമ്മള് കൂപ്പണൊക്കെ ആയിട്ട്, തിരുനാളിന്റെ കൂപ്പണൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലൊക്കെ പോകുമായിരുന്നു, അല്ലേ? നമ്മൾ 17 അത് നിർത്തി. ഇങ്ങോട്ട് വരുന്നവര് മതി എന്ന് പറഞ്ഞ് നിർത്തിയതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രസേന്തിമാരാകാനുള്ള കൂപ്പണുമായിട്ട് പോകുന്ന സമയത്ത് ഒരു പ്രാവശ്യം അച്ഛൻ പോയി വന്നിട്ട് പറഞ്ഞു, വലിയ വീടൊക്കെ കണ്ടതാണ്, വലിയ വീടൊക്കെ കണ്ടു. ആൾക്കാരൊക്കെ പറഞ്ഞു ഉള്ളി ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞ് ചെന്നതാണ്. പക്ഷെ ഒന്നും കിട്ടിയില്ല. അപ്പോ ഇനി അടുത്ത പ്രാവശ്യം അവിടെ പോവോ? അതാണ്, നിങ്ങൾ എത്ര വലിയ സംഭവമാണെങ്കിലും, നിങ്ങൾ സഹായിക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ആരെങ്കിലും വരുമോ? ഇല്ല. അപ്പോൾ നമ്മൾക്ക് ഒരാളുടെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അയാളുടെ വലിപ്പം കണ്ടത് കൊണ്ട് കാര്യമില്ല. എന്ത് കാണണം? അയാള് സഹായിക്കുന്ന ആളാണെന്ന് നമ്മുടെ ഉള്ളില് ബോധ്യമുണ്ടെങ്കിലേ നമ്മൾ പോകൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇനി ഒരാള് സഹായിക്കുന്ന ആളാണ്, പക്ഷെ നമുക്കത് അറിഞ്ഞുകൂടാ. നമ്മൾ പോവോ? അയാള് സഹായിക്കുന്ന, അയ്യോ ചേട്ടൻ ഇത്രയും സഹായിക്കുന്ന ആരാളെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞില്ലല്ലോ. ഇപ്പൊ ഞാൻ മരിക്കാറായി. ജീവിതകാലം മുഴുവൻ ഇത്രയും നല്ലൊരു സ്നേഹിതൻ, ഇത്രയും സഹായിക്കുന്ന ഒരാള് തൊട്ടപ്പുറത്ത് വീട്ടിൽ താമസിച്ചിട്ട് ഈ പാവപ്പെട്ട ചേട്ടൻ അയാളെ സഹായിക്കുന്ന ആളാണെന്ന് അറിഞ്ഞില്ല. സംഭവിക്കാറില്ലേ? ഇതുപോലെ തൊട്ടടുത്തൊരു വീട്ടിലെ, ഏതാണ് ആ വീട്? ഉള്ളിന്റെ ഉള്ളാകുന്ന നമ്മുടെ തന്നെ വീട്ടിലെ ഈശോ താമസിച്ചിട്ട് ഈശോ നമ്മെ ഇത്രമാത്രം കെയർ ചെയ്യുന്ന ആളാണെന്നറിയാതെ, വീട്ടിൽ തന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരാളുണ്ടായിട്ട് സ്നേഹമന്വേഷിച്ച് പുറത്ത് നടക്കുന്ന ഭോഷന്മാരെ പോലെയാണ് ആര്? നമ്മൾ. സിംഗുലറാക്കി പറഞ്ഞേ. കൈയടിച്ച് കർത്താവിന് നന്ദി. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മെ ഇത്രമാത്രം സഹായിക്കുന്ന ഒരാളുണ്ട് എന്ന് ഓർത്തിട്ട്, ഒന്നാമതായിട്ട് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഇത്രയും അധികം സ്നേഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആരുടെ അടുത്തേക്ക് ഓടണം? നമുക്ക് ചില നേരത്തെ ഒരു അപകടം പറ്റാറുണ്ട്. ബാക്കി എല്ലായിടത്തും ഓടി ഓടി തളർന്നതിന് ശേഷം, എന്നാ കർത്താവേ നീ തന്നെ ചെയ്യ് എന്ന് പറയുന്ന അവസ്ഥയല്ല. നമ്മൾ ആദ്യം കർത്താവിന്റെ അടുക്കലേക്ക് ഓടണം. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ പുറകെ വന്നുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു മേഖല അച്ഛൻ അവസാനിപ്പിച്ചിട്ട് രണ്ടാമത്തെ പോയിന്റിലേക്ക് പോവാണ്. 12:12 12:15. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ
പോവുകയാണ്. ഈശോ നമ്മെ ശക്തിപ്പെടുത്തുന്ന സ്നേഹിതനാണ്. ഈശോ ആരാണ്? കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ ഈശോ എന്നെ ശക്തിപ്പെടുത്തുന്ന സ്നേഹിതനാണ്. ഈശോ എന്നെ ശക്തിപ്പെടുത്തുന്ന സ്നേഹിതനാണ്. ഹല്ലേലൂയ. എന്താണ് അതിന്റെ അർത്ഥം? ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വിജയത്തിലെത്തിക്കുക എന്നുകൂടെ അതിന്റെ അർത്ഥമുണ്ട്. ഈശോ ഏത് ടൈപ്പാണ്? നമ്മെ ശക്തിപ്പെടുത്തുന്നവനാണ്, വിജയത്തിലെത്തിക്കുന്നവനാണ്. നമുക്ക് എന്തിനു വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ശക്തി വേണ്ടത്? നമുക്ക് പാപത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ ശക്തി വേണം, നന്മ ചെയ്യാൻ ശക്തി വേണം. അപ്പൊ അങ്ങനെ ഈശോ നമ്മെ നിരന്തരം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ത്രേസ്യയുടെ ജീവിതത്തിൽ അമ്മ ത്രേസ്യയെ ഈശോ എങ്ങനെയാണ് ശക്തിപ്പെടുത്തിയത് എന്ന് അമ്മ ത്രേസ്യ വിവരിക്കുന്ന ഒരു ഭാഗമുണ്ട്. 1555 അമ്മ ത്രേസ്യയ്ക്ക് 39 വയസ്സുള്ള സമയം. 1555 അമ്മ ത്രേസ്യ ജനിച്ചത് 1515. അപ്പോ 40 ആവുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സമയത്ത് അമ്മ ത്രേസ്യ ബന്ധിതനായ ഈശോയുടെ രൂപം കണ്ട ഒരു ചരിത്രം നമുക്ക് പരിചിതമാണ്. അമ്മ ത്രേസ്യയുടെ തിരുനാളുമായി, ആ കോൺവെന്റിലെ ഒരു തിരുനാളുമായി ബന്ധപ്പെട്ട് സാക്രിസ്റ്റി ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരാലും അവഗണിക്കപ്പെട്ടിരുന്ന ആ തിരുസ്വരൂപം അമ്മ ത്രേസ്യ കാണാൻ ആരിടവരുത്തി? ഈശോ ഇടവരുത്തി. ഈശോ എങ്ങനെയാണ് അമ്മ ത്രേസ്യയെ ശക്തിപ്പെടുത്തിയത് എന്നതിന്റെ ഒരു ഉദാഹരണമായി അച്ഛൻ അത് വ്യാഖ്യാനിക്കുകയാണ്. ഈ രൂപം അമ്മ ത്രേസ്യ കാഷ്വൽ ആയിട്ട് കണ്ടതാണോ, അല്ലെങ്കിൽ ഇത് കാണാൻ ഈശോ ഇടവരുത്തിയതാണോ? ഈശോ ഇടവരുത്തിയതാണ്. എന്തിനു വേണ്ടി? ശക്തിപ്പെടുത്താൻ വേണ്ടി, അമ്മ ത്രേസ്യയെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ വേണ്ടി. അതിനെയാണ് ശക്തിപ്പെടുത്തുക എന്ന് പറയുന്നത്. ഈശോ അമ്മ ത്രേസ്യയെ എങ്ങനെയാണ് ശക്തിപ്പെടുത്തിയത് എന്നതിന്റെ ഒരു ഉദാഹരണം അച്ഛൻ നിങ്ങളോട് പറയാണ്. അതായത് ഈ രൂപം ധ്യാനിക്കാൻ അമ്മ ത്രേസ്യയ്ക്ക് ഈശോ കൃപ കൊടുത്തു. തണുത്ത് മരവിച്ച് കിടന്ന അവളുടെ ആത്മീയ ജീവിതത്തിന് ചൂടുപിടിച്ചു. എങ്ങനെ ചൂടുപിടിച്ചു? ഈശോ തന്റെ മനുഷ്യ ശരീരത്തിൽ എത്രമാത്രം തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്, എത്രമാത്രം തനിക്ക് വേണ്ടി സഹിച്ചു എന്നത് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോ തണുത്ത് മരവിച്ച് കിടന്ന അവളുടെ ആത്മീയ ജീവിതത്തിന് ചൂടുപിടിച്ചു. ഈ ചൂടുപിടിക്കാൻ ഈശോ അവളെ സഹായിച്ചു. ഈശോ അവളെ ശക്തിപ്പെടുത്തി. അതുവരെ അവൾ ഒരു സാധാരണ കന്യാസ്ത്രീയായിരുന്നു. എന്താണ് സാധാരണ കന്യാസ്ത്രീ? കാലത്ത് എഴുന്നേൽക്കുമ്പോ കുരിശു വരക്കും, അല്ലേ? കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ കുരിശു വരക്കും, പിന്നെ ബ്രഷ് ചെയ്യും, പള്ളി പോകും, പ്രാർത്ഥിക്കും, കുർബാന കൂടും, ദിവ്യകാരുണ്യം സ്വീകരിക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, അല്ലെ സിസ്റ്റർ? അത് കഴിഞ്ഞിട്ട് മറ്റുള്ള ജോലികൾ ചെയ്യും, ഉച്ചക്കുള്ള പ്രാർത്ഥന ചൊല്ലും, അത് കഴിഞ്ഞിട്ട് ഉച്ചക്കുള്ള ഭക്ഷണം കഴിക്കും, അത് കഴിഞ്ഞ് മറ്റു കാര്യങ്ങൾ ചെയ്യും, വൈകുന്നേരം കരുണക്കൊന്തയിൽ. അങ്ങനെ പ്രാർത്ഥനകളൊക്കെ സാധാരണ ഒരു കന്യാസ്ത്രീയായി ജീവിച്ചു കൊണ്ടിരുന്ന അവളുടെ ജീവിതം. അവൾ പറയാണ്, തണുത്ത് മരവിച്ച് കിടന്ന എന്റെ ആത്മീയ ജീവിതം എന്ന്. എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ അവളെ സംബന്ധിച്ച് അത് തണുത്ത് മരവിച്ച് കിടക്കായിരുന്നു. പക്ഷെ അതിന് ചൂട് പിടിക്കാൻ, ഇതാണ് ഈശോ ശക്തിപ്പെടുത്തുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം. അതാണ്. ഹല്ലേലൂയ. അങ്ങനെ അവളെ ശക്തിപ്പെടുത്തിയിട്ട് കർമ്മലീത്ത സഭാ നവീകരണത്തിലേക്ക് അവളെ നയിച്ച കനൽ, ഒരു സഭയെ മുഴുവൻ നവീകരിക്കുന്ന വിധത്തിൽ ഇന്ന് 110ഓളം രാജ്യങ്ങളിലായി 38 പ്രൊവിൻസുകളിലായി ഒരു സഭ വളർന്ന് പന്തലിച്ച് കിടക്കുന്നത് ഈശോ അമ്മ ത്രേസ്യയെ 10,000-കണക്കിന് അംഗങ്ങളുമായി, 10,000-ലധികം അംഗങ്ങളോടുകൂടെ ഒരു കർമ്മലീത്ത സഭ ഈ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതിന്റെ കനൽ കർത്താവ് അവളുടെ ചങ്കിൽ കൂട്ടിയെടുത്തത് ഈ തിരുസ്വരൂപത്തിന്റെ ദർശനം നൽകിക്കൊണ്ടാണെന്ന്
അതുകൊണ്ട് ആവിലായിലെ ഈ തിരുനടയിലേക്ക് നിങ്ങൾ കയറി വരുമ്പോ കാണുന്ന ആദ്യത്തെ കാഴ്ച അത് ചെറിയ കാഴ്ചയല്ല. ഒരു സഭയെ മുഴുവൻ നവീകരിക്കാൻ ദൈവം കൂട്ടിയെടുത്ത കനലാണ് ആ കാഴ്ച. ഈ വർഷത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് 10ാം വർഷമാണ്. നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് ഈ തിരുസ്വരൂപം ഈ തിരുനടയിൽ എത്തിയതിനു ശേഷമുള്ള 10ാമത്തെ തിരുനാളാണ്. കൈയടിച്ച് നന്ദി പറയാം. 2015 തിരുസ്വരൂപം ഈശോയുടെ ബന്ധിതനായ ഈശോയുടെ തിരുസ്വരൂപം ഇവിടെ ആശീർവദിച്ച് സ്ഥാപിച്ചത്. 2025 ദശവത്സരം, 10 വർഷം, അനുഗ്രഹത്തിന്റെ കൃപയുടെ 10 വർഷങ്ങളാണ് കടന്നുപോയത്. ഹല്ലേലൂയ. അപ്പോൾ ആ കനൽ പ്രിയപ്പെട്ടവരായ ഈശോ ശക്തിപ്പെടുത്തുകയാണ്. നിന്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന ക്രൂശിത രൂപം നിന്നെ ശക്തിപ്പെടുത്തുകയാണ്. ഈ ദിവ്യകാരുണ്യം നിന്നെ ശക്തിപ്പെടുത്തുകയാണ്. ദിവ്യകാരുണ്യത്തിൽ തിരുമുഖം തെളിഞ്ഞ് നിന്നെ ശക്തിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വലതുവശത്തിരിക്കുന്ന ഗ്രോട്ടോയുടെ പേര് എന്താണെന്നറിയാവോ? അത് തിരുമുഖത്തിന്റെ ഗ്രോട്ടോ എന്നാണ്. അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തിരുസ്വരൂപം ഏതാണ്? ഈശോയുടെ കർമ്മല മാതാവിന്റെ നേരെ മുകളിലിരിക്കുന്ന ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഈശോയുടെ തിരുമുഖമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ തിരുമുഖത്തെ നോക്കിക്കൊണ്ടാണ് കുരിശിൻ ചുവട്ടിൽ മുട്ടുകുത്തുമ്പോ നേരെ കണ്ണുകൾ ഉയർത്തുമ്പോ കാണുന്നത് എന്താണ്? ഈശോയുടെ തിരുമുഖമാണ്. ആ തിരുമുഖത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ആ രൂപത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ രൂപത്തില് ഇവിടെ നിന്ന് കൈ അറ്റുപോയിരിക്കുന്നു, കൈയില്ല. കൈ എവിടെ? അമ്മ ത്രേസ്യ പറയും, കരം നീട്ടി തൊട്ട് സുഖപ്പെടുത്താൻ, ഈ ലോകത്തെ ആശീർവദിക്കാൻ ഈശോയ്ക്ക് ഇനി നമ്മുടേതല്ലാതെ കരങ്ങളില്ല. അവൻ തിരുമുഖമാണെങ്കിൽ ഇനി തിരുശരീരമായി മാറേണ്ടത്, ആ തിരുമുഖത്തിന്റെ തിരുശരീരമായി മാറേണ്ടത് നമ്മളാണെന്ന് ഓർമ്മപ്പെടുത്തലോടെയാണ് ആ തിരുമുഖം അവിടെ ഇരിക്കുന്നതെന്ന് ഓർക്കണം. അതൊരു ശക്തിപ്പെടുത്തലാണ്. നിനക്ക് മുഖമായി ഞാനുണ്ട്, എനിക്ക് ശരീരമായി നീയുണ്ടാകണമെന്ന് കർത്താവ് നമ്മോട് പറയുകയാണ്. നിനക്ക് ശിരസായി, നിനക്ക് മുഖമായി ഞാനുണ്ട്, എനിക്ക് ശരീരമായി നീയുണ്ടാകണം. നീയുണ്ടാകുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ ത്രേസ്യക്ക് ഈശോ കൊടുത്ത ഓരോ ദർശനങ്ങളും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ദർശനമാണ് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്ന ഒരു ദർശനം. അമ്മ ത്രേസ്യയെ ശക്തിപ്പെടുത്തിയത് ഈശോയാകുന്ന സ്നേഹിതൻ അമ്മ ത്രേസ്യയാകുന്ന സ്നേഹിതയെ എങ്ങനെയാണ് ശക്തിപ്പെടുത്തിയത് എന്നതിന്റെ ഒരു സംഭവമാണ്. ആ തിരുനാൾ സഭ ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് മാസം 26-ാം തീയതിയാണ്. കഴിഞ്ഞു. എന്താണ് ആ തിരുനാൾ? ഒരു ദിവസം ഒരു മാലാക, ഒരു സെറാഫിക് മാലാക ഒരു അമ്പുമായി, ഈ അമ്പിന്റെ മുന അഗ്നിനാളങ്ങളോടുകൂടെ ഇങ്ങനെ ജ്വലിക്കുകയാണ്. ജ്വലിക്കുന്ന അമ്പുമായി, എരിയുന്ന അമ്പുമായി അമ്മ ത്രേസ്യയുടെ അടുത്തേക്ക് വരികയും അമ്മ ത്രേസ്യയുടെ ഹൃദയത്തെ ആഞ്ഞു കുത്തുകയും ചെയ്തു. അങ്ങനെ ഒരു അനുഭവം അമ്മ ത്രേസ്യക്കുണ്ടായി. അമ്മ ത്രേസ്യ തന്റെ ആത്മകഥയിൽ അത് വിവരിച്ചിട്ടുണ്ട്. വർഷം എഴുതിയിട്ടില്ല. അപ്പോൾ അമ്മ ത്രേസ്യക്ക് അതിന്റെ ഡേറ്റ് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ അമ്മ ത്രേസ്യക്ക് ഈ അനുഭവം ഉണ്ടായി. ആ അനുഭവത്തെ പറയുന്നതാണ് അമ്മ ത്രേസ്യയുടെ ഹൃദയ ഛേദനം എന്ന് പറയുന്ന, ഇംഗ്ലീഷിൽ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഈ സംഭവത്തിലൂടെ അമ്മ ത്രേസ്യ ഈശോ എന്ത് ചെയ്തു? ഹൃദയം കുത്തിപ്പിളർന്നിട്ട് എന്ത് ചെയ്തു? ശക്തിപ്പെടുത്തി. അല്ലേ? എങ്ങനെയാണ് ഈശോ തന്റെ സ്നേഹം കൊണ്ട് ഹൃദയം പിളർക്കപ്പെട്ട അമ്മ ത്രേസ്യ ദൈവസ്നേഹത്തിൽ ശക്തിപ്പെട്ടു. അവൻ നമ്മെ ശക്തിപ്പെടുത്തുന്ന സ്നേഹിതനാണ്. അമ്മ ത്രേസ്യ എഴുതും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ,
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സഹനങ്ങളിലൂടെ ദൈവം നമ്മെ തളർത്തിക്കളയുകയല്ല, ദൈവം നമ്മെ ശക്തിപ്പെടുത്തുകയാണെന്ന് ഓർമ്മ വേണം. നമ്മുടെ ജീവിതത്തിലുണ്ടായ ചില പരാജയങ്ങളിലൂടെ, കുടിക്കേണ്ടി വന്ന ചില കയ്പ് നീരുകളിലൂടെ നമ്മൾ തളർന്നു പോവുകയല്ല, നമ്മൾ ശക്തിപ്പെടുകയാണുണ്ടായതെന്നറിയില്ലേ? പരീക്ഷയിൽ തോറ്റപ്പോ നീ തളർന്നില്ല, നീ ശക്തിപ്പെട്ടു. എന്ത് കാര്യത്തിൽ നീ ശക്തിപ്പെട്ടു? നിന്റെ വിശ്വാസത്തിൽ നീ ശക്തിപ്പെട്ടു. ചില കാര്യങ്ങൾ ഇല്ലാതെ ആയപ്പോ നീ ശക്തിപ്പെട്ടു. ചിലത് കിട്ടാതെ ആയപ്പോ നീ ശക്തിപ്പെട്ടു. ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്ന സ്നേഹിതനാണ്. തന്നുകൊണ്ട് ശക്തിപ്പെടുത്തും, തരാതെയും ശക്തിപ്പെടുത്തും. ചില സമയത്ത് നിന്നെ വിജയത്തിൽ എത്തിച്ചിട്ട് നീ വിചാരിച്ചൊരു കാര്യം നിനക്ക് കിട്ടി, നീ ശക്തിപ്പെട്ടു. ചില കാര്യം നീ വിചാരിച്ച പോലെ നടന്നില്ല, അപ്പോഴും നീ ശക്തിപ്പെടും. നീ ഒരു കാര്യത്തിൽ ശക്തിപ്പെടും, കർത്താവാണ് എല്ലാം നിയന്ത്രിക്കുന്നവനെന്ന നിന്റെ വിശ്വാസത്തിൽ നീ ശക്തിപ്പെടും. ദൈവം നിന്നെ ശക്തിപ്പെടുത്തുന്ന സ്നേഹിതനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മോട് ഭയപ്പെടണ്ട എന്ന് പറയുന്ന ഒത്തിരി വചനങ്ങളുണ്ട്. യെശയ്യായുടെ പുസ്തകം 41:10, യെശയ്യാ 41:10 നമ്മളോട് ഈശോ പറയാണ്, ഭയപ്പെടണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഈശോ നമ്മെ ശക്തിപ്പെടുത്തുന്നത് അങ്ങനെയാണ്. ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ഈശോ നമ്മെ ശക്തിപ്പെടുത്തുകയാണ്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലതുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഹല്ലേലൂയ. അപ്പോൾ ഈശോ ഏത് ടൈപ്പാണ്? ശക്തിപ്പെടുത്തുന്ന ടൈപ്പാണ്. ഈ ഭൂമിയിലുള്ള ചില സ്നേഹിതരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലർ ശക്തിപ്പെടുത്തുന്നവരല്ല, ഉള്ള ശക്തി കളയുന്നവരാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ ആശുപത്രിയിൽ പോയി. ക്യാൻസറാണ് സിസ്റ്ററിന്. ഒരു 10-60 വയസ്സുള്ള സിസ്റ്ററാണ്. കൂടെ പോയിരിക്കുന്നത് അതിലും പ്രായമുള്ള സിസ്റ്ററാണ്, ഹെൽപ്പ് ചെയ്യാൻ പോയിരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി തിരുവനന്തപുരം ക്യാൻസർ സെന്ററിലാണ്, RCCയിൽ ഇവര് ഇങ്ങനെ ഡോക്ടറെ കാണാൻ എന്തോ ഇതൊക്കെ എടുത്ത് ലിഫ്റ്റിൽ കയറി കഴിഞ്ഞപ്പോ പകുതി വെച്ച് ഇത് ഓഫായി നിന്നു. അപ്പൊ സിസ്റ്റർ, കഴിഞ്ഞ ആഴ്ചയാണ് സംഭവം, സിസ്റ്റർ പെട്ടെന്ന് ഓർത്തു, അതിനു മുമ്പുള്ള ഒരാഴ്ച ഏതോ ഒരു ലിഫ്റ്റില് ഇങ്ങനെ പോയി തലയിടിച്ച ഒരു കുട്ടി മരിച്ച ഒരു സംഭവമാണ് പെട്ടെന്ന് സിസ്റ്റർ ഓർത്തത്. അപ്പോ ഈ സിസ്റ്ററും ഉണ്ട്, മറ്റേ സിസ്റ്ററും ഉണ്ട്, വേറെ 2 സെക്യൂരിറ്റിക്കാരുണ്ട്. അപ്പൊ സെക്യൂരിറ്റിക്കാരൻ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റർ പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ. എന്നിട്ട് പറഞ്ഞു, ഇന്നാള് ഒരു ദിവസം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോ 16 പേർക്ക്, ഇവിടെ ഒന്നുമില്ല, 16 പേര് മരിച്ചെന്നൊരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു, സിസ്റ്റർ പേടിക്കണ്ടെന്ന്. ഇങ്ങനെ ശക്തിപ്പെടുത്തുന്ന ചില ആളുകളുണ്ട്. അവിടെ അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും ഇവിടെ അങ്ങനെ ഒന്നും ചിലപ്പോ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. അപ്പൊ കൂടെയുള്ള സെക്യൂരിറ്റിക്കാരൻ അയാൾ ഒരു അടി വെച്ചിട്ട് കൊടുത്തു, ഇങ്ങനെയാണല്ലോ സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുന്നത്? നീ നെഗറ്റീവായിട്ട് അവരുടെ ഹൃദയത്തിലേക്ക് ഉള്ള ശക്തി ചോർത്തിക്കളയുന്ന രീതിയിലാണോ നീ ഇടപെടുന്നതെന്നാണ് ചോദ്യം. നീ നിന്റെ ജീവിത പങ്കാളിയെ ശക്തിപ്പെടുത്തുന്ന ഒരു ഭർത്താവാണോ? നിന്റെ ഭാര്യയെ ശക്തിപ്പെടുത്തുന്ന ഒരു ഭർത്താവാണോ? നിന്റെ ഭർത്താവിനെ ശക്തിപ്പെടുത്തുന്ന ഒരു ഭാര്യയാണോ? നല്ല സ്നേഹിതരായിരിക്കാൻ, ഈശോയുടെ നല്ല സ്നേഹിതരായിരിക്കാൻ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ നമുക്ക് മറ്റുള്ളവരുടെ നല്ല സ്നേഹിതരായിരിക്കാൻ എന്ത് ചെയ്യണമെന്ന ഒരു വഴി കൂടെ ഇതിന്റെ കൂടെ കിട്ടുന്നുണ്ട്. ഹല്ലേലൂയ. അല്ലെ, തെങ്ങിന് വെള്ളം ഒഴിച്ചപ്പോ ചീരക്ക് കൂടെ അത് കിട്ടി എന്ന് പറയുന്ന പോലെ
ഈശോയുമായിട്ടുള്ള സൗഹൃദത്തെയാണ് നമ്മൾ ധ്യാനിക്കുന്നതെങ്കിലും നമുക്കെങ്ങനെ മറ്റുള്ളവരുടെ നല്ല സുഹൃത്തുക്കളായിരിക്കാൻ കഴിയും എന്നൊരു പാഠം കൂടെ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈശോ എപ്രകാരമുള്ള സ്നേഹിതനാണ്? രണ്ട് ചിന്തകളാണെന്ന് പങ്കുവെച്ചത്. ഒന്ന്, അവൻ നമ്മെ സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇപ്പോഴും ആശ്രയിക്കാവുന്ന നമ്മെ സഹായിക്കുന്ന സ്നേഹിതനാണ്. ഒന്ന്, എന്റെ ഭാരങ്ങൾ അവനിൽ ഇറക്കി വെക്കാം, അവൻ എന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവ. രണ്ട്, അവൻ എന്നെ ശക്തിപ്പെടുത്തുന്നവനാണ്. ജോഷയോട് പറഞ്ഞതുപോലെ ശക്തനും ധീരനുമായിരിക്കുക, നീ സംഭ്രമിക്കുകയോ പരിഭ്രമിക്കുകയോ വേണ്ട, നീ കാലുകുത്തുന്ന ദേശമെല്ലാം ഞാൻ നിനക്ക് തരും, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് ജോഷയോട് നീ സംഭ്രമിക്കുകയോ പരിഭ്രമിക്കുകയോ വേണ്ട എന്ന് പറഞ്ഞതുപോലെ നമ്മൾ മറ്റുള്ളവരോട് ശക്തിപ്പെടുത്തിക്കൊണ്ട് പറയണം. ചില ആളുകൾ ചോദിക്കും, ഒരു ഭാര്യ ഭർത്താവിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ചേട്ടൻ എന്താണ് ഇങ്ങനെ കൂളായിട്ടിരിക്കുന്നത്, ഒരു ടെൻഷനും ഇല്ലാതെ ഇരിക്കുകയാണ്. ആഹാ, എനിക്ക് ടെൻഷൻ ഇല്ലാത്തതാണോ നിന്റെ കുഴപ്പം? സ്വസ്ഥമായിട്ടിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. പ്രിയപ്പെട്ടവരെ, ശക്തിപ്പെടുത്തുക മറ്റുള്ളവരെ. ഇനി അതാണ് ഈശോ പല കാര്യങ്ങളിലൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അച്ഛൻ ഇത്രയും മതി. രണ്ട്, ഒന്ന്, ഈശോ സഹായിക്കുന്ന സ്നേഹിതനാണെന്ന് ഓർത്തുകൊണ്ട് നടക്കുക. രണ്ട്, ഈശോ എന്നെ ശക്തിപ്പെടുത്തുന്ന സ്നേഹിതനാണെന്ന് ഓർക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.